ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് എനിക്കും സുഖമാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നോമ്പ് കഞ്ഞിയാണ്. അപ്പോൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ടയും കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാളയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് കുത്തിച്ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരാനാവുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ബീഫാണ് ചേർക്കുന്നത്. നമുക്ക് മട്ടൻ, ബീഫും ചിക്കനും എല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 50 ഗ്രാമോളം ബീഫ് ചേർത്തിട്ടുണ്ട്. ബീഫും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ബീഫിനൊക്കെ ഇതുപോലെ വൈറ്റ് കളറായി വരുമ്പോൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. കൂടുതൽ മസാലയൊന്നും ഇടില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും മാത്രം ഇതിൽ ചേർക്കുന്നുള്ളൂ. അതോടുകൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഒരു ഗ്ലാസ് ബസ്മതി റൈസ് അരി എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് അരിൻ്റെ കൂടെ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഉലുവയും ബസ്മതി റൈസും കൂടെ കഴുകിയതാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലൊരു 3 ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ, ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ ലോ ഫ്ലെയിമിലും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയാവും. ഈ കഞ്ഞി നമുക്ക് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ കുക്കർ 5 വിസിൽ വന്ന് എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ ആ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/2 മുറി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാം. ഇത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ തന്നെ ഈ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കഞ്ഞിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായൊരു കഞ്ഞിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. കഞ്ഞി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും ബായ്.